ഹലോ ഗൈസ്, നമുക്ക് പത്തിലത്തോൻ ഉണ്ടാക്കുന്ന ഇലകളൊക്കെ ഒന്ന് പരിചയപ്പെടാം. വീഡിയോയിലേക്ക് പോകാം. പൊതുവേ നമ്മൾ കറി വെക്കുന്ന ഒരു ഇലയാണ് മത്തയില. അത് നമുക്കെടുക്കാം. അങ്ങനെ നമ്മൾ മത്തയില എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ഇല എടുക്കാം. അടുത്ത നമ്മുടെ കുമ്പളം ഇലയാണ്. കുമ്പളത്തിലെ തളിരിലയാണ് ഗൈസ് നമ്മൾ എടുക്കുന്നത്. തളിരില നോക്കി തന്നെ എടുത്തിട്ടുണ്ട് ഗൈസ്. കുമ്പളവില ഇനി നമുക്ക് കിട്ടുന്നത് നമ്മുടെ വീടുകളിൽ വളരെ ലഭ്യതയായിട്ടുള്ള ചേനയാണ്. ചേനയുടെ ഇലയാണ് നമ്മൾ എടുക്കുന്നത്. ചേനയുടെ തളിരില നോക്കി വേണം ഗൈസ് എടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ചേനയില എടുത്ത് നമുക്ക് അടുത്ത ഇല എടുക്കാം. അടുത്ത് ഇച്ചിരി പ്രശ്നക്കാരന് കൊടുത്തു, നന്നായിട്ട് ചൊറിയും ഗൈസ്. ശ്രദ്ധിച്ച് വേണം ഇത് പൊട്ടിച്ചെടുക്കാൻ. അങ്ങനെ അതും എടുത്തു ഗൈസ്. ഇനി നമുക്ക് ചേമ്പിൻ്റെ തളിരില എടുക്കാം ഗൈസ്. അങ്ങനെ ഒരു ഇല എടുത്തു. വളരെയധികം ഗുണങ്ങളുള്ള ഒരു ഇലയാണ് തകരയില. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇലയും കൂടി എടുക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ തകരയില എടുത്തു ഗൈസ്. ഇത് പയറിൻ്റെ ഇലയാണ് എടുത്തിരിക്കുന്നത്. അടുത്ത ഇല നമ്മുടെ വളരെ സുപരിചിതമായ വേലിച്ചീരയാണ് എടുക്കുന്നത്. വേലിച്ചീരയുടെ തടയില തന്നെ വേണം ഗൈസ് നമുക്ക് എടുക്കാനായിട്ട്. അപ്പോൾ നമുക്കത് തന്നെ കിട്ടി. ഇനി അടുത്ത ഇല ചുവന്ന ചീരയുടെ ഇലയാണ് ഗൈസ്. നമ്മുടെ അടുത്ത ഇല ചുവന്ന ചീരയുടെ തടയില തന്നെ എടുത്തിട്ടുണ്ട് ഗൈസ്. ആരോഗ്യ ഗുണമുള്ള വളരെ നല്ലൊരു ഇലയാണിത്. അടുത്ത നമ്മുടെ ഇല എന്ന് പറയുന്നത് കോവലിലയാണ്. അങ്ങനെ 10 ഇലകൾ ഒരുമിച്ച് തോരൻ വെക്കുന്നതിനെയാണ് നമ്മൾ 10 ഇല തോരൻ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ പറിച്ച ഇലകളാണ് ഗൈസ്. ചേനയുടെ ഇല, കോവലിൻ്റെ ഇല, അതുപോലെ തന്നെ കൊടിത്തൂവ, കുമ്പളത്തിൻ്റെ ഇല, മത്തനില, പിന്നെ നമ്മൾ ചേമ്പിൻ്റെ ഇല, വേലിച്ചീര, അതുപോലെ തന്നെ ചുമലച്ചീര, തകര, പയർ, ഇത്ര ഇലകളാണ് ഗൈസ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് കൂടാതെ ഏതൊക്കെ ഇലകൾ ഉപയോഗിക്കുക എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണേ.